വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. I'd like to wish everybody a good morning. തങ്കശ്ശേരി ഗാന്ധി ഇപ്പോൾ പ്രസംഗിക്കുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക്. ആഗ്രഹിക്കുന്നു All our senior leaders on the stage and my brothers and sisters. നമ്മുടെ വേദിയിലുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാനൊരു സുപ്രഭാതം ആശംസിക്കുന്നു. Over the years, I have constantly been told how difficult it is to be a fisherman in India. വർഷങ്ങളായി ഞാൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിൽ മത്സ്യബന്ധനത്തിന്റെ ഭാഗമായ ഒരാൾ എന്ന നിലയിൽ ജീവിക്കുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് വർഷങ്ങളായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. And I've always been interested in seeing these things with my own eyes. എന്താണ് നിങ്ങളുടെ ജീവിതം എന്ന് എനിക്ക് ഇത്രയും നാളായി ഇതൊക്കെ കേട്ടുകൊണ്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണണം, അതിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. I wanted to get a sense of the experience that many of you go through every day. നിങ്ങൾ എല്ലാവരും നിരന്തരം അനുദിനം നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങളെ കുറിച്ച് നേരിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടാകണം, നേരിട്ട് എനിക്കത് ബോധ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. And for some time I have been telling the senior leaders in the Congress that I want to go and see what it is like. കുറച്ച് നാളുകളായി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളോട് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, എനിക്ക് നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എന്താണെന്ന് കാണണം, നേരിട്ട് കാണണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ, എനിക്ക് പോയി കാണണമെന്ന് പറയുകയായിരുന്നു. But every time they would make some excuse or the other. പക്ഷെ ഓരോ പ്രാവശ്യവും ഞാനിത് പറയും, അവർ ഓരോ ഒഴികഴിവ് പറഞ്ഞു മാറുകയായിരുന്നു. Maybe my security people didn't want me to go, whatever it is. പക്ഷെ എന്റെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട്, എന്റെ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഞാൻ അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഓരോ പ്രാവശ്യവും അവർ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞത്. So this morning I went into the sea early morning with my brothers. ഇന്ന് രാവിലെ അതിരാവിലെ ഞാൻ കടലിലേക്ക് എൻ്റെ സഹോദരന്മാരുടെ കൂടെ പോയി. And I want to tell you, you know this experience, but I want to tell you what I saw. നിങ്ങൾക്ക് ഈ അനുഭവം എന്താണെന്ന് അറിയാം, പക്ഷെ നിങ്ങളോട് ആ അനുഭവം എന്താണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. भैया disturb mat kijiye. From the beginning, from the moment the boat left the shore to the moment the boat came back, every single force was trying to fight my brothers. എപ്പോഴാണോ കടലിൽ നിന്ന് തീരത്ത് നിന്ന് ആ ബോട്ട് എടുത്ത നിമിഷം മുതൽ തിരിച്ചു വന്ന ആ നിമിഷം വരെ അവിടെ എൻ്റെ സഹോദരന്മാർക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടുള്ള ശക്തികളായിരുന്നു. They take the entire risk. ഏറ്റവും വലിയ റിസ്ക് എടുത്തുകൊണ്ട് അപകട സാധ്യതകൾ നേരിട്ടുകൊണ്ടാണ് എൻ്റെ സഹോദരി വള്ളത്തിൽ കടലിലേക്ക് പോകുന്നത്. They put their entire labor. അവരുടെ എല്ലാ തൊഴിലും ചെയ്തുകൊണ്ടാണ്, അവരുടെ എല്ലാ പരിശ്രമത്തിന്റെയും ഭാഗമായിട്ടാണ് അവരവിടെ പോകുന്നത്. They fight the sea. അവര് കടലിനെതിരെ പോരാടുകയാണ്. They buy the net. അവരവരുടെ വല വാങ്ങുകയാണ്. അവരെന്ന് പറയുമ്പോൾ നിങ്ങള്, and somebody else gets the profit. പക്ഷേ നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ, മത്സ്യത്തൊഴിലാളികളായ എൻ്റെ സുഹൃത്തുക്കൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിന്റെ ലാഭം കിട്ടുന്നത് മറ്റാർക്കോ ആണ്. And this morning we threw the net, we pulled the net back out, and there was one squid in it. ഇന്ന് ഞങ്ങൾ രാവിലെ പോയപ്പോ വല വിരിച്ചു, വല വീശി വല തിരിച്ചെടുത്തു. അതിനകത്ത് ഒരു മത്സ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So the whole investment that was put into the boats, into the journey, the petrol, within 1 minute we saw that there was no return. ഇന്ന് നമ്മൾ നടത്തിയ എല്ലാ നിക്ഷേപം, പെട്രോൾ, വല വിരിച്ചു, അതുപോലെ വള്ളം, പക്ഷെ അതിനെല്ലാം 1 മിനിറ്റിൽ നമുക്ക് മനസ്സിലാക്കി ഇത്രയും നമ്മൾ നിക്ഷേപം നടത്തുന്നു, ഇത്രയും ശ്രമങ്ങൾ ഉണ്ടാകുന്നു, പക്ഷെ അതിനൊരു പ്രതിഫലവും കിട്ടുന്നില്ല. In my mind I was expecting the net to be full of fish. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് വല വിരിച്ച് തിരിച്ചെടുക്കുമ്പോൾ അതിൽ മുഴുവൻ മത്സ്യങ്ങളായിരിക്കും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. And then the net came back empty. പക്ഷേ ആ വല ശൂന്യമായിട്ട് അതിലൊന്നും ഇല്ലാതെയാണ് തിരിച്ചു വന്നത്. So I saw with my own eyes your experience. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും നേരിടുന്ന അനുഭവം ഞാൻ കണ്ടു.
every single day the petrol, diesel prices go up. എല്ലാ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. You cannot buy an engine beyond a certain size. നിങ്ങൾക്ക് ഒരു വലിപ്പത്തിനപ്പുറത്തുള്ള എഞ്ചിൻ യന്ത്രങ്ങൾ വാങ്ങിക്കാൻ സാധിക്കില്ല. The boat cannot be maintained over here. It has to be maintained somewhere else. നിങ്ങൾക്ക് നിങ്ങളുടെ വള്ളങ്ങൾ ഇവിടെ സൂക്ഷിക്കാനും പരിപാലിക്കാനും സാധിക്കുകയില്ല. അത് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടതായും സൂക്ഷിക്കേണ്ടതായും വരും. And at the same time, the government is colluding to build trawlers that will destroy your lives. അതേ സമയം തന്നെ ഗവൺമെന്റ് നിങ്ങളുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ട്രോളേഴ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. I am not saying that everything should be done for your benefit, but some sense of fairness has to be there. ഞാൻ പറയില്ല എല്ലാം നിങ്ങളുടെ മാത്രം ആനുകൂല്യങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടിയും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്കും ആനുകൂല്യം ഉണ്ടാവണം. ചില ഒരു നീതിബോധം, അത്യാവശ്യം നീതിബോധം ഈ കാര്യങ്ങളിൽ ഗവൺമെന്റിന് ഉണ്ടാവണം. Fishermen told me if they come 1 hour late, they don't get the same price that they would get if they came 1 hour before. എൻ്റെ സുഹൃത്തുക്കൾ, മത്സ്യബന്ധന തൊഴിലാളികളെ എൻ്റെ സുഹൃത്തുക്കൾ പറയുകയുണ്ടായി, 1 മണിക്കൂർ താമസിച്ചു വന്നാൽ അവർക്ക് കിട്ടുന്ന വില 1 മണിക്കൂറിന് മുമ്പ് കിട്ടാമായിരുന്ന വില അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. I asked them, do you have insurance? He says, no, people do not insure us. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ? അപ്പൊ അവരെന്താ മറുപടി പറയുന്നത്? ഇല്ല, ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല, ആരും ഞങ്ങൾക്ക് ഇൻഷുറൻസ് ചെയ്യുന്നില്ല, തരുന്നില്ല. So what I wanted to tell you here in this meeting എനിക്ക് അതുകൊണ്ട് നിങ്ങളോട് യോഗത്തിൽ പറയാനുള്ളത് is that I have a sense of what you're dealing with. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങളെ കുറിച്ച് എനിക്കിപ്പോൾ ഒരു ധാരണയുണ്ട്. And now when a fisherman comes to me and says, I'm struggling, I understand little bit more about what you are going through. ഇപ്പോ മത്സ്യബന്ധന തൊഴിലാളികളായ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Of course, I will never understand exactly your reality. ഒരിക്കലും നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ ആ അളവിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, എനിക്കറിയാം. I only pull the net for 1 day. ഞാൻ വല വിരിച്ചതും വല വീശിയതും ഒറ്റ ദിവസത്തേക്ക് മാത്രമാണ്. You do it every day. പക്ഷെ നിങ്ങളത് എല്ലാ ദിവസവും ചെയ്യുന്നവരാണ്. So I understand and I respect what you are doing. ഞാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയും അതിന്റെ പേരിൽ നിങ്ങളെ In ബഹുമാനിക്കുകയും fact, ചെയ്യുന്നു. I would say even stronger. I admire what you are doing. ഞാൻ കുറച്ചുകൂടി ശക്തമായി പറഞ്ഞാൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനെ ആരാധിക്കുന്നു. Many times we will eat some fish, but we will not know the hard work behind how that fish got. പലപ്പോഴും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കും, മത്സ്യം കഴിക്കും. പക്ഷെ അത് കഴിക്കുമ്പോൾ ആ മത്സ്യം കഴിക്കാൻ അതിൻ്റെ പിന്നിലുള്ള കഠിനാധ്വാനത്തെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അറിയാനും സാധിക്കില്ല, അതിനെപ്പറ്റി ചിന്തിക്കാറുമില്ല. So today it was very interesting. Immediately after we went fishing, they cooked some fish on the boat. ഏറ്റവും വലിയ ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി മത്സ്യബന്ധനത്തിന് പോയ ശേഷം തിരിച്ചു വരുമ്പോൾ വഞ്ചിയിൽ വള്ളത്തിൽ അവർ കുറച്ച് മത്സ്യം പാകം ചെയ്തു. So for the first time I realized directly with my own eyes the difficulty to get the fish on the plate. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായി നമ്മുടെ പാത്രത്തിൽ മത്സ്യം പാകം ചെയ്ത് കിട്ടുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന്, അതിന് പിന്നിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായി. And I also want to tell you that I want to work with you to make your life easier. നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് നിങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പമുള്ളതും സുഖകരമാക്കി തീർക്കണം എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. I might not be able to resolve all your problems, but I can certainly stand with you and work with you to resolve as many of them as we can. ഒരു പക്ഷെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. പക്ഷെ എനിക്ക് കഴിയുന്നിടത്തോളം, എനിക്ക് പറ്റുന്നിടത്തോളം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്ന് പരിഹരിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അതിനെനിക്ക് ആഗ്രഹവുമുണ്ട്. Before I left the boat, I asked the fishermen, what do your children do?
ഞാൻ ആ വള്ളത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മത്സ്യബന്ധന സുഹൃത്തുക്കളോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? And he said, my children don't want to be fishermen. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയോ? എൻ്റെ കുട്ടികൾക്ക് മത്സ്യബന്ധനത്തിന് പോവാൻ താല്പര്യമില്ല എന്ന്. Because it's too hard, too difficult, too risky. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ? അത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്, ഭയങ്കര അപകട സാധ്യതകളുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് മത്സ്യബന്ധനത്തിന് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Anyway, I've come here more to listen to you than to tell you what I think. So whoever would like to now speak, please feel free to do so. ഞാൻ ഇവിടെ വന്നത് നിങ്ങളോട് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എന്തു പറയുന്നു എന്നത് കേൾക്കാനാണ്. അതുകൊണ്ട് ഇവിടെ ആർക്ക് എന്നോട് സംസാരിക്കണമോ അവർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് സംസാരിക്കാം. അതിനെ നിങ്ങൾ സ്വതന്ത്രരായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇനി മത്സ്യത്തൊഴിലാളികളുമായി വാഗ്ദാനം ചെയ്തിരുന്ന പോലെയുള്ള ഒരു സംവാദത്തിന്റെ തുടക്കമാവുകയാണ്. ഏതാണ്ട് 1000-ഓളം തൊഴിലാളികളുമായി അദ്ദേഹം സംവദിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനാണ് അദ്ദേഹം ഇത്തരം ഒരു സംവാദം സംഘടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം വള്ളത്തിലേറി ആഴക്കടലിലേക്ക് പോയി മത്സ്യബന്ധനത്തിന് ശ്രമം നടത്തി. രാവിലെ അദ്ദേഹത്തിന് വലയെറിഞ്ഞെങ്കിൽ ഒരു മീൻ മാത്രമാണ് വലയിൽ കിട്ടിയതെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. മാത്രമല്ല, ഇന്ന് അദ്ദേഹം കടലിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം യാത്ര ചെയ്തപ്പോഴാണ് ഈ മത്സ്യബന്ധന തൊഴിൽ എന്ന് പറയുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് മനസ്സിലായതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിക്ക് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താല്പര്യമുണ്ട്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ കുറച്ച് പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ അവരുമായി ഒന്നിച്ച് പ്രവർത്തിക്കുവാനും ഒന്നിച്ചു പോകുവാനും തനിക്ക് താല്പര്യമുണ്ടെന്നും രാഹുൽ ഗാന്ധി കൊല്ലത്ത് തങ്കശ്ശേരിയിൽ പറഞ്ഞു. ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഇങ്ങനെ ഒരു ദേശീയ നേതാവിൻ്റെ സാന്നിധ്യം ഈ അടുത്ത കാലത്ത് ആദ്യമാണ്. രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. Quite a lot with farmers' issues. മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള സംവാദം ആരംഭിക്കുകയാണ്. അവരുടെ ചോദ്യങ്ങൾക്കായിരിക്കും അദ്ദേഹം ഉത്തരം പറയുക. ഇപ്പോ ഇവിടെ 3 കർഷക നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിൽ വന്നിട്ടുണ്ട്. And the idea is to destroy the agricultural system of India. അതിന്റെ പിന്നിലുള്ള ആശയം എന്ന് പറയുന്നത് ഭാരതത്തിലെ കാർഷിക വ്യവസ്ഥയെ ഇല്ലാതാക്കുക എന്നതാണ്. Just like our farmers farm the land, you farm the sea. എങ്ങനെയാണോ നമ്മുടെ കർഷകർ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത്, അതുപോലെ കടലിൽ കൃഷി ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. The farmers have their ministry in Delhi. You don't have a ministry in Delhi. കർഷകർക്ക് അവരുടേതായ ഒരു മന്ത്രാലയം ഡൽഹിയിലുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു മന്ത്രാലയം ഡൽഹിയിലില്ല. No one speaks for you in Delhi. നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യക്ഷമമായ മന്ത്രാലയം ഡൽഹിയിലില്ല. So the first thing I would like to do is have a ministry dedicated to the fishermen of our country. നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, മത്സ്യബന്ധന സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രാലയം ഉറപ്പാക്കുക എന്നതാണ് എനിക്ക് ആദ്യമായി ചെയ്യാൻ കഴിയുന്നത്, ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. So that your issues can be defended and protected across the country. എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും രാജ്യമെമ്പാടും ഒരു സംവിധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ കാര്യക്ഷമമായ ഒരു മന്ത്രാലയം വേണം എന്ന് ഞാൻ ആദ്യമായി ആഗ്രഹിക്കുന്നത്. Of course, there are many details. I would like to try and understand how we could make it easier for you, simpler for you. അവിടെ ധാരാളം വിശദാംശങ്ങളുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളതും ലളിതമാക്കി എങ്ങനെ ആക്കി തീർക്കാം എന്നതിനെ പറ്റി ധാരാളം. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഡൽഹിയിലേക്ക് പെട്ടെന്ന് പോകണം. ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും രാഷ്ട്രീയം താരതമ്യം ചെയ്ത് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് നടത്തിയ പരാമർശങ്ങൾക്കെതിരെ BJP കേന്ദ്ര നേതൃത്വം തെക്കെന്നും വടക്കെന്നും വേർതിരിച്ച് രാജ്യത്തെ വിഭജിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമമെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ ആരോപിച്ചു. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, ഏത് സാഹചര്യത്തിലാണ് BJPയുടെ ദേശീയ അധ്യക്ഷൻ ഇത്തരമൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്?
SKN രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഈ ഡൽഹിയിൽ നിന്ന് താൻ കേരളത്തിലെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിവരിച്ചു പറഞ്ഞപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് താൻ ദക്ഷിണേന്ത്യയിൽ എത്തുകയും ഇവിടെ നിന്ന് ജനപ്രതിനിധിയാവുകയും ചെയ്തപ്പോൾ കൂടുതൽ ഉന്മേഷവാനായി എന്ന ഒരു പരാമർശം നടത്തിയിരുന്നു. ഇതിനെയാണ് ഇപ്പോൾ BJP രാഷ്ട്രീയ ആയുധം ആക്കുന്നത്. BJP പറയുന്നത് അമേഠിയിൽ രാഹുൽ ഗാന്ധി വർഷങ്ങളോളം MP ആയിരുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ കുടുംബം വർഷങ്ങളോളം ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രതിനിധീകരിച്ചു. പക്ഷേ അവിടെയെങ്ങും ഉന്മേഷമുണ്ടാകാത്തതിന് കാരണം ആ കുടുംബം വരുത്തിയിട്ടുള്ള ഭരണ വൈകല്യങ്ങളാണ് എന്നതാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തി ഈ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ദക്ഷിണേന്ത്യയാണ് തനിക്ക് പ്രിയപ്പെട്ടതെന്ന് സൂചിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് ശ്രമം എന്നാണ് BJP ഇപ്പോൾ പറയുന്നത്. തെക്കെന്നും വടക്കെന്നും വേർതിരിച്ച് രാഷ്ട്രീയമായിട്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അത് ഉചിതമായിട്ടുള്ള നടപടിയല്ല എന്നാണ് BJPയുടെ വിമർശനം. ഇത് JP നദ്ദ തന്നെയാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യേക ഉന്മേഷം ഉണ്ടാവുകയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ഉന്മേഷം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ആ മേഖലകളിലൊന്നും കോൺഗ്രസ് ഇല്ലാതായി മാറിയത് കൊണ്ടാണ് എന്നാണ് BJP പറഞ്ഞു വയ്ക്കുന്നത്. SK താങ്ക് യു. രാധാകൃഷ്ണൻ, ഡൽഹിയിൽ നിന്നാണ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. അഡ്വക്കേറ്റ് KB സുനിൽകുമാർ നടിയെ ആക്രമിച്ച കേസിലെ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടറാകും. നിലവിൽ തൃശൂർ അഡീഷണൽ ഗവൺമെന്റ് പ്രീഡറായ സുനിൽകുമാറിനെ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടറായി നിയമിച്ച ഉത്തരവ് പുറത്തു വന്നു. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് VN അനിൽകുമാറിനെ നേരത്തെ തന്നെ നിയമിച്ചിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. എറണാകുളം പരവൂരിലെത്തിയ ഒരു അതിഥി നമുക്ക് പരിചയപ്പെടാം. വില കൊണ്ടും വലിപ്പം കൊണ്ടും ആളൊരു സ്റ്റാറാണ്. നോർത്ത് ഇന്ത്യയിൽ നിരവധി ആരാധകരുള്ള കക്ഷിയെ പറവൂർ സ്വദേശി ബിന്ദുവാണ് കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ബിന്ദു അല്ല, ബിനു. വലിപ്പം കണ്ടാൽ ഒരു കുട്ടിയാന തന്നെ. പറവൂർ സ്വദേശി ബിനുവിന്റെ ഉടമസ്ഥതയിലുള്ള ഇവൻ നിസ്സാരക്കാരനല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പോത്തുകളിലൊന്നാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ 40-ലേറെ മത്സരങ്ങളിൽ ചാമ്പ്യൻ. കോടികൾ മുടക്കിയാണ് ബിനു ഈ പോത്തിനെ സ്വന്തമാക്കിയത്. കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. ഒരു പോത്തിന് കോടികളോ? കേരളത്തിലെ ഫസ്റ്റ് ചാമ്പ്യൻ ബുള്ളാണ്. പിന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുള്ളാണ്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് 5 ബുള്ളിൽ ഒരു ബുള്ളാണ്. പിന്നെ ഇത് ഏകദേശം ഇന്ത്യയിൽ തന്നെ ഓൾറെഡി എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. 2000 കിലോയാണ് ഈ പോത്തിന്റെ ഭാരം. ഒരു ദിവസത്തെ പുള്ളിക്കാരന്റെ ഭക്ഷണം 55 കിലോ പുല്ല്, 30 കിലോ വൈക്കോൽ, വിവിധ ഇനത്തിൽപ്പെട്ട 7 കിലോ ധാന്യങ്ങൾ. സൗമ്യനും ശാന്തശീലനുമായതിനാൽ കുട്ടികളടക്കം ഇപ്പോൾ ഇവനോടൊപ്പമാണ് ചങ്ങാത്തം. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഭീമൻ പോത്തിനെ തേടി ദിനംപ്രതി ഒട്ടേറെ ആളുകളാണ് കാണാനും ഫോട്ടോ എടുക്കാനും പറവൂരിലെ മന്നത്തേക്കെത്തുന്നത്. 24 കൊച്ചി. വെൽക്കം ബാക്ക്. തീർച്ചയായിട്ടും ഇനി നമ്മൾ രാജ്യാന്തര വാർത്തകളിലേക്കാണ് പോകുന്നത്. രാജ്യാന്തര വാർത്തകളുമായി നമുക്കിപ്പം PP ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് PP ജെയിംസ്. ഗുഡ് മോർണിംഗ് ജെയിംസ്. ചൈനയ്ക്ക് പിന്നാലെ പാകിസ്ഥാനോടും നമ്മൾ നയതന്ത്രത്തിലൊരു അയവ് കാണിച്ചിരിക്കുന്നു. ശ്രീലങ്കയിലേക്ക് പോകാനുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് നമ്മുടെ വ്യോമ അതിർത്തി തുറന്നു കൊടുത്തിരിക്കുന്നു. നമ്മുടെ ആകാശമാർഗം വഴി അദ്ദേഹത്തെ സഞ്ചരിക്കാമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SKN ഇതൊരു അത്യാവശ്യം ഒരു സന്തോഷ വാർത്തയാണ്. കാരണം ചൈനയുടെയുമായിട്ടുള്ള അതിർത്തി തർക്കത്തില് ചെറിയൊരു ശമനം ഉണ്ടായതിന് പിന്നാലെ ചൈനയോടൊപ്പം ഇന്ത്യയോട് പോരാടി നിൽക്കുകയായിരുന്നു പാകിസ്ഥാൻ. അവിടെ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള ഫൈറ്റ് നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ത്യ ഒരു എന്താ പറയുക അതിര് വിട്ടുള്ള ഒരു അതിർത്തി കാണിച്ചത്. ഇന്ത്യൻ വ്യോമാതിർത്തിയിലൂടെ ശ്രീലങ്കയിലേക്ക് പോകാൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന് അനുമതി കൊടുത്തു. പ്രത്യേകിച്ച് അത് കൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. പ്രത്യേകിച്ച് 3 തവണ ഇന്ത്യ അതിനുള്ള അനുമതി പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ ചോദിച്ചിട്ട് തന്നിട്ടില്ല. ഇന്ത്യയുടെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവരൊക്കെ യൂറോപ്പിലേക്കും കിർഗിസ്ഥാനിലേക്കൊക്കെ പോകാൻ അനുമതി ചോദിച്ചപ്പോൾ പാകിസ്ഥാൻ നൽകിയിരുന്നില്ല. ഇതിൻ്റെ പേരിൽ 2500 കിലോമീറ്റർ പോകേണ്ടിടത്ത് 5500 കിലോമീറ്റർ, അത് 3.5 മണിക്കൂർ വൈകി അല്ലെങ്കിൽ കൂടുതൽ ഓടി പോകേണ്ടി വന്നു ഇന്ത്യക്ക്. എന്നിട്ടും ഇന്ത്യ ഒരു മഹാമനസ്കത കാണിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഒരു ശമനമുണ്ടാവണം, പ്രത്യേകിച്ച് ചൈന പിന്മാറുന്ന അവസ്ഥയിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി സ്വസ്ഥമാവണമെന്ന ചിന്ത കൊണ്ടാണ്. ഇത് നയതന്ത്ര രംഗത്തെ ഒരു വലിയ ഒരു നിലപാടായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അവർ ശ്രീലങ്കയിലേക്കാണ് പാക് പ്രധാനമന്ത്രി പോകുന്നത്. ശ്രീലങ്കയിലും ചൈന പിടിമുറുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രത്യേക തീരുമാനത്തിന് വലിയ രാഷ്ട്രീയ
പ്രത്യാഘാതങ്ങൾ പോസിറ്റീവായിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷ. ജെയിംസ്, അതുപോലെ കനേഡിയൻ പാർലമെന്റ് ചൈനയ്ക്കെതിരെ രംഗത്ത് വന്നതോടെ ചൈനയും അമേരിക്കയും തമ്മിൽ വളരെ ഭാഗ്യോപകരമായിരിക്കുന്നല്ലോ. അല്ല, യഥാർത്ഥത്തിൽ SKN അമേരിക്കയും കാനഡയും തമ്മിൽ നേരത്തെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപും കുറച്ച് ലിബറൽ ആയിട്ടുള്ള കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും തമ്മിൽ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ വന്നതോടെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ അവർ തമ്മിൽ ആദ്യമായിട്ടൊരു മീറ്റിംഗ് ജോ ബൈഡൻ നടത്തുന്നത് കാനഡയുമായിട്ടാണ്. ഇനിയിപ്പോൾ അധികം കോവിഡ് മാറിയാൽ ആദ്യം പോകുന്ന കാനഡയിലേക്കായിരിക്കും. ജസ്റ്റിൻ ട്രൂഡോ ആയിട്ട് നല്ല രീതിയിലുള്ള ചർച്ച നടന്നിരിക്കുന്നു. അവരുടെ പ്രധാന ചർച്ചാ വിഷയം ചൈനയായിരുന്നു. ഇന്നലെ കനേഡിയൻ പാർലമെൻറ്റ് ചൈനയ്ക്കെതിരെ ചൈന ഉയ്ഗർ മുസ്ലിംസിൻ്റെ കാര്യത്തിൽ വംശഹത്യ നടത്തുന്നു എന്നുള്ളത് കണ്ടെത്തലോടുകൂടി അവർ പാർലമെൻറ്റ് പ്രമേയം പാസ്സാക്കിയതിന് പിന്നാലെയാണ് യോഗം നടന്നതിനും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഈ തരത്തിൽ അമേരിക്കയും കാനഡയും തമ്മിലുള്ള ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുന്നു. SK. അതുപോലെ അമേരിക്കയിൽ നിന്ന് ശുഭകരമല്ലാത്ത ഒരു വാർത്ത വരുന്നുള്ളൂ. നീരാറ്റ് ആൻ്റണി ഈ യഥാർത്ഥത്തിൽ സെനറ്റ് അവരുടെ നിയമനം അംഗീകരിക്കില്ല എന്ന രീതിയിൽ വരുന്നു. അവരുടെ നിയമനത്തിൽ നിന്ന് ഒരു ഡെമോക്രാറ്റ് പിന്മാറി എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ വംശജയ്ക്ക് കിട്ടാവുന്ന ഒരു തിരിച്ചടിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? SK, ഇത് വളരെ ശരിയാണ്. പ്രത്യേകിച്ച് ജോ ബൈഡൻ പ്രസിഡന്റായ ശേഷം ഒരുപക്ഷെ ജോ ബൈഡന് വന്നേക്കാവുന്ന ആദ്യത്തെ തിരിച്ചടി ഇതായേക്കാം. ഇന്ത്യൻ വംശജ നീരാറ്റ് ആൻ്റണിയെ വൈറ്റ് ഹൗസിൻ്റെ ബജറ്റ് ഡയറക്ടറാക്കി. ഭയങ്കര പവർഫുൾ പോസ്റ്റാണ്, മന്ത്രിസ്ഥാനത്തിന് തുല്യമായ പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ സെനറ്റ് പാസ്സാക്കണം. പക്ഷേ സെനറ്റിൽ ഇത് പാസ്സാവാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഡെമോക്രാറ്റുകൾക്ക് 50 സീറ്റും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ 50 സീറ്റാണുള്ളത്. അതിൽ ഒരു ഡെമോക്രാറ്റിക് അംഗം ഈ നിലപാടിനോട് അവർ വളരെ ലിബറലായിട്ടുള്ള പലരെയും വിമർശിക്കുന്ന ആളാണെന്നുള്ളതുകൊണ്ട് അയാൾ നിലപാട് മാറ്റിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും മഞ്ചിൻ എന്ന ഡെമോക്രാറ്റിക് അംഗമാണ്. എന്ന് മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ജോ ബൈഡനെ പിന്തുണച്ചിരുന്ന മിറ്റ് റോമിനിയെ പോലുള്ള ആൾക്കാരും പിന്തുണയ്ക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഇവർ വളരെ തീവ്രവാദിയായിട്ടൊരു ലേഡിയാണെന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ വംശജരെ സംബന്ധിച്ചിടത്തോളം ഇത് നിരാശാജനകമായിട്ടുള്ളൊരു നിലപാടാണ്. ഒരുപക്ഷെ പ്രസിഡന്റ് അവരെ നിയമിച്ചതിന് ശേഷം സെനറ്റിൽ തള്ളപ്പെട്ടു പോവുക എന്നുള്ളത് വളരെ കഷ്ടമാണ്. എന്തായാലും ഇതിൽ കുറച്ച് നിറത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വാദം ഉയർത്തിയിട്ടുണ്ട്. കറുത്ത വംശജരും നീരാറ്റ് ആൻ്റണിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ വെളുത്ത വംശജർക്കിടയിൽ നീരാറ്റ് ആൻ്റണിയോടുള്ള എതിർപ്പാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. SK. താങ്ക് യു PP ജെയിംസിന്. രാജ്യാന്തര വാർത്തകളുമായി PP ജെയിംസ്. നാളെ ഇതേ സമയം ഇതേ പരിപാടിയിൽ നമുക്ക് മോർണിംഗ് ഷോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. Number 1 election channel 24.